പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വചനഭാഗമാണ്. ധൂർത്തപുത്രന്റെ ഉപമയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ ലോകം കേട്ട ഏറ്റവും വിപ്ലവകരമായ ഉപമയായിരുന്നു ധൂർത്തപുത്രന്റെ ഉപമ. ലോകം കേട്ട ഏറ്റവും മനോഹരമായ ഉപമ ഏതെന്ന് ചോദിച്ചാൽ അത് നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ്. പക്ഷേ ഇത് വിപ്ലവകരമായ ഉപമയാണ്. ഇതെന്തുകൊണ്ടാണ് വിപ്ലവകരമാകുന്നത്? കാരണം അന്ന് നിലവിലിരുന്ന സാമൂഹിക വ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള ഒരു ഉപമയാണ്. അന്ന് നിലവിലിരുന്ന ആത്മീയ ചിന്തകൾക്കെതിരായിട്ടുള്ള ഉപമയാണ്. അന്ന് നിലവിലിരുന്ന ചിന്ത ഇതാണ്: തെറ്റ് ചെയ്താൽ, ഒരാൾ പാപം ചെയ്താൽ, കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടുന്നു. അയാൾക്ക് പിന്നീട് ഒരു തിരിച്ചുവരവില്ല. തീരെ ചെറിയ ശിക്ഷയ്ക്ക് പോലും കഠിനമായ ശിക്ഷ നൽകപ്പെട്ടിരുന്നു. ശിക്ഷയ്ക്ക് ആനുപാതികമായ ഒരു ക്രമം പോലും ഇല്ലായിരുന്നു. അപ്പോൾ തിരിച്ചുവരവുകളില്ലായിരുന്നു. അവിടെയാണ് ഈശോ പാപം ചെയ്ത ആൾക്ക് തിരിച്ചുവരവുണ്ട് എന്ന സന്ദേശത്തോടു കൂടി ഉപമ പറയുന്നത്. അപ്പോൾ ഇനി മുതൽ തെറ്റ് ചെയ്തവർ, വീഴ്ച വന്നവർ, പാപം ചെയ്തവർ, അവർക്കൊക്കെ തിരിച്ചുവരവുണ്ട് എന്ന ശക്തമായ സന്ദേശം കൊടുത്തതിനാലാണ് ഇത് ആ കാലഘട്ടം കേട്ട ഏറ്റവും വിപ്ലവകരമായ ഉപമയായി മാറുന്നത്. പിന്നീട് ചരിത്രത്തിൽ അതങ്ങനെ തന്നെയാകുന്നു. പ്രിയപ്പെട്ടവരെ, ശിക്ഷാ നിയമങ്ങളെ പോലും തിരുത്തിയ ഉപമയാണിത്. ശിക്ഷാ നിയമങ്ങൾ 3 തരത്തിലുണ്ട്. തിയറി ഓഫ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്, അത് എത്തിക്സിനോട് ചേർന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അത് 3 തിയറികളാണ്. ഒന്നാമത്തത് ഡിറ്ററന്റ് തിയറി എന്നാണ്. എന്ന് പറഞ്ഞാൽ ടു ഡിറ്റർ, ആളുകളെ പിന്തിരിപ്പിക്കുക. ഒരാളെ ശിക്ഷിക്കുമ്പോൾ, ഒരാളെ തൂക്കിക്കൊല്ലുമ്പോൾ ഇനി ആ ഒരു കുറ്റം വേറെ ആരും ചെയ്യരുത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെ പോലും ഭീതിപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി. അതാണ് ഒന്നാമത്തെ തിയറി. രണ്ടാമത്തെ തിയറി എന്ന് പറഞ്ഞാൽ റിട്രിബ്യൂട്ടീവ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇര എന്ത് സാഹചര്യം അനുഭവിച്ചോ അതേ സാഹചര്യം കുറ്റം ചെയ്തവനും അനുഭവിക്കണം. അത് മൊസൈക്ക് ലോയിൽ നിന്ന് എടുക്കുന്നതാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഒരാളെ തല്ലിയാൽ തിരിച്ച് അയാളെയും തല്ലുക. അപ്പോൾ അതൊരു പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഒരു ശിക്ഷാരീതിയാണ്. പക്ഷേ മൂന്നാമത്തെ തിയറി, റിഫോർമേറ്റീവ് തിയറി എന്ന് പറയുന്നത്, അത് ഈ ധൂർത്തപുത്രന്റെ ഉപമയിൽ നിന്ന് ആശയമെടുത്ത് രൂപീകരിക്കപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തയാളെ എന്നേക്കുമായി നശിപ്പിക്കരുത്. തെറ്റ് ചെയ്തവന് തിരിച്ചുവരവ് കൊടുക്കണം. ശിക്ഷ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ്, കുറ്റവാളിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ലോകത്തിൻ്റെ ക്രമത്തെ മാറ്റിമറിച്ച വലിയ ഒരു ശിക്ഷാ സിദ്ധാന്തത്തിന് പോലും അടിസ്ഥാനമായിട്ട് ഈ ധൂർത്തപുത്രന്റെ ഉപമ മാറുകയാണ്. അത് റിഫോർമേറ്റീവ് തിയറി. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിരപരാധികൾ പോലും ശിക്ഷിക്കപ്പെട്ടിരുന്നു, നിരപരാധികൾ പോലും വധിക്കപ്പെട്ടിരുന്നു, തൂക്കിക്കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സന്ദേശത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കാണുന്നു. നിരപരാധികൾ പോലും ശിക്ഷിക്കപ്പെടുന്ന എത്രയല്ലോ സന്ദർഭങ്ങൾ നമ്മൾ ലോകചരിത്രത്തിൽ കണ്ടു. സ്റ്റാൻസാമിയുടെ ചരിത്രം കണ്ടു. അതുപോലെ ഈവൻ അഭയ കേസ് പോലും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിലെ ദുർഗിൽ നടന്ന ആൾക്കൂട്ട വിചാരണയുടെ നടുവിൽ ഭരണാധികാരികൾ പോലും പകച്ചു നിൽക്കുമായിരുന്നു പഴയ കാലഘട്ടത്തിൽ. ആ ഒരു പ്രാകൃതമായ കാലം ഇന്ന് തിരിച്ചു വരുന്നതെന്ന് കണ്ടിട്ട് നമ്മൾ ഭയപ്പെടുകയും അന്ധാളിപ്പിലാവുകയും ചെയ്യുകയാണ്. ആൾക്കൂട്ടത്തിന് മുമ്പിൽ നീതിപാലകർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ വരുന്നു. അവരാക്രോശിക്കുന്നതിനനുസരിച്ച് പിന്നീട് ശിക്ഷണങ്ങൾ നടക്കുന്നു. ആരാണ്? നിരപരാധികളെ. അപ്പോൾ ഈ ഉപമ ആ തരത്തിൽ വലിയ ലോകത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് നമ്മൾ കാണുന്നു. ഇനി ഇതിൻ്റെ മറ്റ് പശ്ചാത്തലത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ മറ്റു പശ്ചാത്തലം ഇതാണ്. ഈ ഉപമ ഈശോ പറഞ്ഞത് എന്തിനാണ്? അത് ലൂക്കായുടെ സുവിശേഷം 15:3 നിയമജ്ഞരും ഫരീസേയരും കൂടി പിറുപിറുക്കുകയാണ്. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ആരോപണത്തിന് മറുപടിയായിട്ടാണ് ഈശോ ഈ ഉപമ പറയുന്നത്. ഈ 15-ാം അധ്യായം 3 ഉപമകൾ ഉൾക്കൊള്ളുന്നുണ്ട്. 1 കാണാതായ നാണയം, 2 കാണാതായ ആട്, 3 കാണാതായ നഷ്ടപ്പെട്ട മകൻ. അപ്പോൾ ഇത് ഒരു സാർവത്രിക മാനം ഇതിൽ വരികയാണ്. മാനസാന്തരത്തിനൊരു സാർവത്രിക മാനം കൊണ്ടുവരികയാണ്. നാണയം എന്ന് പറയാൻ അചേതനമായ വസ്തുവാണ്. മറ്റ് കാണാതായ ആട് ജീവജാലങ്ങളിലെ മൃഗത്തിൽപ്പെട്ടത്, പിന്നെ മനുഷ്യവർഗം. അപ്പോൾ ഈ പശ്ചാത്താപത്തിന്, മാനസാന്തരത്തിന് സാർവത്രിക മാനം ഈശോ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ലൂക്കാ സുവിശേഷകൻ ആ തരത്തിൽ ഇത് അവതരിപ്പിക്കുകയാണ്. 15-ാം അധ്യായം ശരിക്കും നഷ്ടപ്പെടലിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും
അധ്യായമാണ് എന്ന് നമ്മൾ കാണുകയാണ്. ഇവിടെ ഈ ഈ ഈശോ പറയുന്ന ഇതാണ്, ഇവിടെ ദൈവം തമ്പുരാന്റെ സ്ഥാനത്താണ് ഈ പിതാവ് നിൽക്കുന്നത്. രണ്ട് മക്കൾ, അതിൽ ഈ രണ്ട് മക്കൾ സൂചകങ്ങളാണ്. ധൂർത്തപുത്രൻ ശരിക്കും വിജാതീയരുടെ പ്രതീകമാണ്. തെറ്റുപറ്റിയവർ, വീഴ്ച പറ്റിയവരൊക്കെ എന്ന് യഹൂദർ കരുതിയിരുന്ന ആളുകളുടെ പ്രതീകമാണ് ഈ ധൂർത്തപുത്രൻ. മൂത്തപുത്രൻ നിയമങ്ങളും ചട്ടങ്ങളും ശരിയായി പാലിക്കുന്ന യഹൂദനാണ്. അവൻ നല്ല മനുഷ്യനാണ്, നല്ല യഹൂദനെയാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈശോ ഈ ഉപമ പറയുന്നതിലൂടെ പറയുന്ന ഇതാണ്, പിതാവായ ദൈവം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പിതാവായ ദൈവം കരുണാമയനാണ്, ദയാമസൃണനാണ്, അവിടുന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അവിടുന്ന് പാപത്തെ തൂക്കി അളന്ന് ശിക്ഷിക്കുന്നവനല്ല, മാനസാന്തരപ്പെട്ടാൽ എല്ലാം മറന്നുപോയി രക്ഷിക്കുന്നവനാണ്. അതാണ് ഈ ഉപമയുടെ സാരസമ്പുരം. അതുകൊണ്ട് യഹൂദരെ, നിങ്ങളുടെ കടുംപിടുത്തത്തിൽ നിന്നും ഒക്കെ മാറണം, നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കണം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, മറ്റുള്ളവരെ കൂടെ സ്വീകരിക്കാൻ തയ്യാറാകണം എന്നാണ് ഈശോ ഈ ഉപമയിലൂടെ പറയുന്നത്. ലോകത്തിലേക്ക് മുഴുവൻ കൊടുക്കുന്ന സുവിശേഷം, നല്ല വിശേഷത്തിലെ ഒരു ഭാഗം ഇതുകൂടിയാണ്. തെറ്റുപറ്റുന്നവരെ കൂടെ നമ്മൾ ചേർത്ത് നിർത്തുകയും മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയും അവരെ വീണ്ടെടുക്കുകയും ചെയ്യണം എന്നാണ് ഈ ഉപമയുടെ സാരസംഗ്രഹം എന്ന് പറയുന്നത്. പിന്നീട് നമ്മളിത് നോക്കുക, നമ്മൾ വേറൊരു തരത്തിൽ നോക്കിയാൽ ഇതാണ്, ദൈവം തമ്പുരാൻ, ഒന്നാമത്തെ കാര്യം എന്താണ്, ദൈവം തമ്പുരാന്റെ സ്വഭാവം നമ്മളിലേക്കും നമ്മൾ സ്വീകരിക്കണം. അതാണ് യഹൂദ ജനതയോട് പറയുന്നത്, അതാണ് ലോകാവസാനമുള്ള എല്ലാവരോടും ഈശോ തമ്പുരാൻ, ദൈവം തമ്പുരാൻ പറയുന്നത്. തെറ്റുകൾ ഓർത്തു വെച്ചിട്ട് കാലങ്ങളിലേക്ക് പ്രതികാരം ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറരുത്. അത് പ്രാകൃതമായ കാലത്തിൻ്റെ രീതിയായിരുന്നു. ആ കാലത്ത് നിന്ന് സുവിശേഷം മാറ്റിയത്, ഈ പുതിയ കാലത്തെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്, ക്ഷമയും സഹനവും എല്ലാമായിട്ട്. ക്ഷമ കൊണ്ട് ലോകത്തെ പൗത്രീകരിക്കുകയാണ്. പക്ഷേ ഇന്ന് ആ ഒരു സന്ദേശമാണ് നമ്മുടെ സിനിമകളിലും മറ്റെല്ലാം വന്നിരുന്നത്. പക്ഷേ ഇന്ന് അത് തിരിച്ചാണ്, പ്രതികാരം വീട്ടാനുള്ളതാണ് എന്ന് പറഞ്ഞ് ടാഗ് ലൈൻ ഇട്ട് തന്നെ സിനിമകൾ ഇറങ്ങുന്നു. പണി എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമകളുടെ പേര് വരികയാണ്. അത് ഈ സന്ദേശങ്ങൾക്കെല്ലാം വിരുദ്ധമാണ്. ഓർത്തുവെച്ച് പ്രതികാരം ചെയ്യുന്ന രീതി. ഞാൻ ഓർക്കുന്നത്, ഒരു വൈദികൻ, അദ്ദേഹം HOD ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിള് അദ്ദേഹം താമസിച്ചു വന്നതിന് വരച്ചു. പിന്നീട് ഈ വൈദികൻ പ്രിൻസിപ്പളായപ്പോൾ വേറൊരു വൈദികൻ HOD ആയ സമയത്ത് ഇതേപോലെ വരയ്ക്കുകയാണ്. അപ്പോൾ ആ വൈദികൻ ചെന്ന് ചോദിച്ചു, അച്ഛാ എന്താണ്, ഞാനും അച്ഛനെ പോലെ തന്നെ ഇത്. അപ്പം പറയാണ്, ഞാൻ HOD ആയിരുന്ന സമയത്ത് എൻ്റെ പ്രിൻസിപ്പിൾ ഇതുപോലെ വരച്ചിട്ട് നോക്കുക. അപ്പോൾ ദൈവം തമ്പുരാൻ, ഈശോ തിരുത്തുന്ന ഇതിനെല്ലാമാണ്. ശരിക്കും എന്താണ് ചെയ്തിട്ടുണ്ടത്, ആ ഒരു ദുരവസ്ഥയെ കണ്ടറിഞ്ഞിട്ട് കൂടുതൽ കരുണാമയനായിട്ട്, എനിക്ക് പറ്റിയ, എന്നോട് ചെയ്ത പാതകം ഇനി എൻ്റെ താഴെയുള്ളവരോട് ചെയ്യരുത് എന്ന രീതിയിൽ പെരുമാറേണ്ടതിന് പകരം പ്രതികാര ചിന്തയോടെ, അതാണ് ഈ യഹൂദ ചിന്ത. അതിൽ നിന്നാണ് ഈശോ ഈ യഹൂദ ജനതയെ, ലോകത്തെ മോചിപ്പിച്ച് പുതിയ ക്രമത്തിലേക്ക്, സുവിശേഷത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നത്. രണ്ടാമത് ഈ ഭാഗം പറയുന്നതാണ്, തെറ്റുകുറ്റങ്ങൾ നമ്മൾ ഏറ്റുപറയാൻ തയ്യാറാകണം, നമ്മൾ പശ്ചാത്തപിച്ച് മാനസാന്തരത്തിന് തയ്യാറാകണം. തെറ്റുകൾ എല്ലാവർക്കുമുണ്ട്. ധൂർത്തപുത്രരാകാത്തവരായിട്ട് ആരുണ്ട്? തെറ്റുപറ്റാത്തവരായിട്ട് ആരുണ്ട്? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു ജീവിതത്തിൽ ഒരു സംഭവം എവിടെയോ വായിച്ച ഓർക്കുകയാണ്. അദ്ദേഹം ഒരു പുതിയ റൂമിൽ വന്ന് കയറി കഴിഞ്ഞിട്ട് അവിടെ അത് നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇനി എന്താണ് വേണ്ടത്, പുതിയ പില്ലോ വല്ലതും വേണോ, എന്ത് ബെഡ്ഷീറ്റ് കൂടുതൽ വേണോ? അപ്പോൾ അദ്ദേഹം പറയാണ്, നോ 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 നോ, ഐ വാണ്ട് എ വേസ്റ്റ് ബാസ്ക്കറ്റ്, ബിക്കോസ് I usually commit a lot of mistakes and I need to correct it. So I have to put a lot of papers in the waste basket. നോക്കുക, ഒരുപാട് തെറ്റുകൾ എനിക്ക് പറ്റുന്നതാണ്, എനിക്ക് പലപ്പോഴും ഒത്തിരി തിരുത്തലുകൾ നടത്തേണ്ടതുണ്ട്, അതുകൊണ്ട് എനിക്കൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് വേണം എന്ന് അദ്ദേഹം പറയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തെറ്റുകൾ ഏറ്റുപറയാൻ തയ്യാറാണ്. ഞാൻ ഓർക്കുന്നു, കോളേജിൽ ഒരു വിദ്യാർത്ഥി, 2 പേര് താമസിച്ചു വരികയാണ്. താമസിച്ചു വരുമ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി പറയുന്നു, വഴി വെച്ച് പെട്രോൾ തീർന്നു പോയി. അപ്പോൾ പറഞ്ഞു, സത്യം പറയണം. അപ്പോൾ രണ്ടാമത്തെ ആൾ വന്നിട്ട് പറയണം, ഫാദർ സത്യം പറയാം, ക്ഷമിക്കണം, അസൈൻമെൻറ്റ് ഇന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് പറ്റിയില്ല, എഴുതാൻ പറ്റിയില്ല. ഞങ്ങൾ ഹോസ്റ്റലിലെ ഒരു പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു, അവൾ എഴുതി,
അവൾ എന്നിട്ട് ഒരു കടയിൽ ഏൽപ്പിച്ചിരുന്നു. ഞങ്ങൾ ആ കടയിൽ ചെല്ലുമ്പോഴത്തേനും കടക്കാരൻ ചായ കുടിക്കാൻ പോയി. ഞങ്ങൾ കാത്തു നിന്നാണ്. നോക്കൂ, ജെനുവിനായിട്ട് സത്യസന്ധമായിട്ട് ആ പയ്യൻ കാര്യങ്ങൾ പറയാണ്. നമുക്ക് പിന്നെ അവനോട് എങ്ങനെ ക്ഷമിക്കാതിരിക്കാൻ പറ്റും? എങ്ങനെ അവനെ പ്രവേശിപ്പിക്കാതിരിക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ ഏറ്റു പറയുമ്പോൾ എന്താണ്, എല്ലാം മറന്ന് ക്ഷമിക്കുന്ന ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് ഇതിൻ്റെ അകത്തുള്ള ഇതാണ് അപാരമായ, അതുല്യമായ, അനന്തമായ ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത് പറയുകയാണ്. ഈ വിശ്വാസിക്ക് മകൻ്റെ സ്ഥാനമാണ് ഈശോ നൽകുന്നത്. പാപിയായ മനുഷ്യന് പോലും മകൻ്റെ സ്ഥാനം നൽകുകയാണ്. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ വന്നിട്ട് പറയുന്നു, ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, ദാസനായിട്ട് സ്വീകരിക്കണേ. പക്ഷെ അതൊന്നും കേൾക്കുന്നു പോലുമില്ല പിതാവ്. പിതാവ് എന്തു പറയും? എൻ്റെ മകൻ മൃതനായിരുന്നു. അതായത് തെറ്റ് ചെയ്തു വന്നവൻ അവനെ മകനെന്ന് തന്നെ വിളിക്കുകയാണ്. മൃതനായിരുന്നു, അവനെ തിരിച്ചു ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അനന്തമായ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സ്വഭാവത്തെയും നമ്മൾ ദൈവാംശമുള്ളവരായിട്ട് ക്രിസ്തുവിൻ്റെ മനസ്സുള്ള മനുഷ്യരായിട്ട് മാറുക എന്ന് ഡോസ്റ്റോവ്സ്കി പറയുന്ന, പെരുമ്പടവൻ ശ്രീധരൻ സങ്കീർത്തനത്തിൽ പറയുന്ന ആ ഒരു ചിന്തയും മനസ്ഥിതിയും നമുക്കുണ്ടാകണം. നാലാമതായിട്ട് ഇതിൻ്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, നാലാമത്തെ പ്രധാന കാര്യം ഇതാണ്. ഈ അപ്പൻ ഒരു അമ്മയുടെ ഹൃദയം കൂടി ഉള്ള ആളാണ്. ദൈവം തമ്പുരാൻ പാപികളെ അന്വേഷിച്ചു പോകുന്നയാളാണ്. പാപികളുടെ മാനസാന്തരം സംഭവിക്കുന്നിടത്തോളം സ്വർഗരാജ്യം അസ്വസ്ഥമാകുന്നു എന്ന് ഈശോ പറയുന്നു. നോക്കുക, നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് പറയുന്നു. ഈ യഹൂദരുടെ നിയമപ്രകാരം അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ സ്വത്ത് മക്കൾക്ക് ലഭിക്കില്ല. മൂത്ത പുത്രനാണ് 2/3 സ്വത്തിൻ്റെ അവകാശം. ഇളയ പുത്രന് 1/3 സ്വത്തിൻ്റെ അവകാശമേ ഉള്ളൂ. അതാണ് കടിഞ്ഞൂൽ പുത്രൻ്റെ അവകാശത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും ഒക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ 20 വയസ്സിന് താഴെയുള്ള അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാണ് ഈ ഇളയ മകൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവൻ ഈ ജീവിതത്തിൻ്റെ വികാരങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്ത സമയത്താണ് അവൻ പോയി ധൂർത്തനായിട്ട് ജീവിക്കുകയും മറ്റ് പല പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുകയും ചെയ്യും. എന്നിട്ട് യഹൂദൻ ഏറ്റവും നിഷിദ്ധമായിട്ടുള്ള പന്നി മേയ്ക്കുന്ന രീതിയിലേക്ക് പോകുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ സ്വർഗരാജ്യത്തിലെ വേട്ടപ്പെട്ടി, അസൂയാലുവായ ദൈവമാണ് ഞാൻ എന്ന് പറയുന്ന പോലെ അവൻ്റെ പുറകെ ചെല്ലുകയാണ്. നമ്മൾ ചില സമയത്ത് ഈശോ പറയുന്ന ആ ഉപമയുടെ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുവൂ. എന്താണ് ആ സമയം? ഇവൻ എല്ലാം ചെലവഴിച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തൊരു ക്ഷാമം ഉണ്ടായെന്നാണ്. അപ്പോൾ ഇവൻ എല്ലാം ചെലവഴിച്ച് തീരുന്നോടം വരെ കാത്തിരുന്നു ക്ഷാമം ഉണ്ടാകാൻ എന്ന് നമ്മൾക്ക്. എന്തിനാണ്? അവനെ മാനസാന്തരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ദൈവം പാപിയുടെ മാനസാന്തരം ആഗ്രഹിക്കുന്നവനാണ്. ഏത് രീതിയിലുള്ള തെറ്റുകുറ്റങ്ങളിലൂടെ പോയാലും ധൈര്യപൂർവ്വം ദൈവം തമ്പുരാനിലേക്ക്, ക്രിസ്തുവിലേക്ക് വരിക എന്നുള്ള വലിയൊരു സന്ദേശം അതെല്ലാ യുവജനങ്ങൾക്കും കൂടെ നൽകുന്നതാണ്. നമ്മൾ ക്രിസ്തു സ്വീവിത്ത് എന്ന് പറയുന്ന ആ അപ്പസ്തോലിക ആഹ്വാനത്തിൽ ക്രിസ്തുവെന്നും ജീവിക്കുന്നു എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് നമ്മുടെ ദിവംഗതനായിട്ടുള്ള ഫ്രാൻസിസ് പാപ്പ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ജീസസ് ക്രൈസ്റ്റ് എംബ്രേസ് പീറ്റർ നോട്ട് ബിഫോർ ഹിസ് ഡിനയൽ ബട്ട് ആഫ്റ്റർ ഹിസ് ഡിനയൽ. എന്നിട്ട് പറയാണ്, യൂത്തിനോട് പറയാണ്, wherever you go, even if you go astray, നിങ്ങൾക്ക് വഴിതെറ്റിപ്പോയാലും ജീസസ് വിൽ കം ആഫ്റ്റർ യു ആൻഡ് വിൽ ഷുവർലി എംബ്രേസ് യു. നിങ്ങളെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് വരൂ. അതാണല്ലോ ഹെബ്രായക്കാർക്കുള്ള ലേഖന ഭാഗത്ത് പറയുന്നത്. നമ്മളെപ്പോലെ സഹിച്ചവനാണവൻ, പാവം വഴി എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ ദുർബലനായവനാണവൻ. അതുകൊണ്ട് നമുക്ക് ധൈര്യപൂർവ്വം അവൻ്റെ ന്യായാസനത്തിൽ ചെല്ലാം. നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു ന്യായാധിപനുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാം ആ ഒരു മനസ്ഥിതിയിലേക്ക് വളരണമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നു. Subscribe now and press the bell icon. Never miss an update.